കേരള സർവകലാശാലയിലെ പോരിനിടെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും. രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സിൻഡിക്കേറ്റ് യോഗം ചേരാനിരിക്കെയാണ് നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത്. വിവരങ്ങളുമായി രാജ്ഭവന് മുന്നിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എപ്പോഴത്തേക്ക് എത്തും? രുചീഷ്, നമ്മുടെ ഭാരതാംബ ചിത്രവിവാദത്തിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയും അതിനോടൊപ്പം തന്നെ ഗവർണറും ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയത്. ഇതിന് ശേഷമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 3:30 തമ്മിലൊരു കൂടിക്കാഴ്ച ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും സർവകലാശാലകളിലുണ്ടായ ഭാരതാംബ വിവാദവും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രതിസന്ധികളുമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂണിലുണ്ടായ പരിസ്ഥിതി ദിനാഘോഷത്തോട് ബന്ധപ്പെട്ടാണ് ഈ കേരളത്തിൽ ഭാരതാംബ വിവാദം ഉടലെടുക്കുന്നത്. ഇതിന് പിന്നോടിയായി മന്ത്രിസഭാ യോഗം ചേർന്ന് ഗവർണർ വിയോജിപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് ഒരു കൂടിക്കാഴ്ച തമ്മിലുണ്ടായിരുന്നില്ല. അതിനുശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദവും ഇതിൽ ചർച്ചയാകും. കഴിഞ്ഞ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ആഘോഷ ദിനത്തിലാണ് കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഭാരതാംബ ചിത്ര വിവാദം ഉണ്ടാകുന്നത്. പിന്നീട് വലിയ കോലാഹലങ്ങളാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ നിലവിലുള്ള ഭരണപ്രതിസന്ധി അത് തമ്മിൽ ചർച്ചയാകും. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ചയാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറ്റ് സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ പ്രധാനമായും KTU, അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സർവകലാശാലകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്നത്. മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച ഡോക്ടർ ശിവപ്രസാദ്, അതിനോടൊപ്പം തന്നെ ഡോക്ടർ സിസ തോമസ്, ഇവരുടെ രണ്ടുപേരുടെയും നിയമനം അസാധുവാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ അടിയന്തരമായി സ്ഥിരമായി വൈസ് ചാൻസലർമാരെ നിയമിക്കണം. കൂടാതെ താൽക്കാലികമായി നിയമിക്കുന്ന വൈസ് ചാൻസലർമാർക്ക് 6 മാസം മാത്രമേ നിയമനം പാടുള്ളൂ എന്നതടക്കമുള്ള കർശന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ വിധിക്ക് പിന്നാലെ സർക്കാർ ഒരു 3-അംഗ പാനൽ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. ഇരു സർവകലാശാലകളിലേക്കുമായി 3-അംഗ പാനലുകളാണ് സമർപ്പിച്ചത്. ഇതിൽ നിന്ന് താൽക്കാലിക VCയെ 2 സർവകലാശാലകളിലേക്കും നിയമിക്കേണ്ടതുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ചയായി ഗവർണർക്ക് ഈ പട്ടിക സമർപ്പിച്ചിട്ട്, പക്ഷേ ഇതുവരെയും അതിലൊരു തീരുമാനം ഗവർണർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ 2 സർവകലാശാലകളിലേക്കും VC നിയമനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെയുള്ളത് മറ്റൊരു നിർണായക വിഷയം സ്വകാര്യ സർവകലാശാല ബില്ലും അതിനോടൊപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ലുമാണ്. നിയമസഭ പാസാക്കിയ 2 ബില്ലുകളും ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. ഇതുവരെയും ഈ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടുകയോ അതിനോടൊപ്പം തന്നെ തള്ളുകയോ കൂടാതെ രാഷ്ട്രപതിക്ക് അയക്കുകയോ ഉണ്ടായിട്ടില്ല. ഗവർണറുടെ പക്കൽ തന്നെയാണ് 2 ബില്ലുകളും ഉള്ളത്. അതിനോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി ഉണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഗവർണർമാർ നിയമസഭകൾ അയക്കുന്ന ബില്ലിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ഗവർണറുടെ പക്കൽ ലഭിച്ചിട്ടുള്ള ഈ ബില്ലുകളുടെ 3 മാസ കാലാവധി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം അല്ലെങ്കിൽ ഈ ബില്ലുകളിൽ ഒപ്പിടുമോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നുണ്ടാകുന്ന ചർച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി എത്തും. അതിനുശേഷമായിരിക്കും ഈ നിർണായക കൂടിക്കാഴ്ച രാജ്ഭവനിൽ വെച്ച് നടക്കുക. രുചീഷ്. ഹാൻസ്, എന്തായാലും CPM-ന്റെ പോഷക സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുന്നത്, മുഖ്യമന്ത്രി തന്നെ രാജ്ഭവനിലേക്ക് പോകാനിരിക്കുന്നത്. തീർച്ചയായും രുചീഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയാണ് ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്നത്. കാരണം ഈ അടിയന്തരാവസ്ഥയുടെ ഈ 50ാം വാർഷിക ദിനത്തിൽ സെനറ്റ് ഹാളിൽ ഭാരതാംബ ചിത്രം വരുന്നു. ആ ഭാരതാംബ ചിത്ര പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നു. പിന്നീട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ ഗവർണറുടെ ശുപാർശ പ്രകാരം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് വലിയ കോലാഹലങ്ങളാണ് സർവകലാശാലയിൽ നടന്നത്. സർവകലാശാലയിൽ വലിയ ഭരണപ്രതിസന്ധി ഉണ്ടായി. നിരവധി 1800ഓളം സർട്ടിഫിക്കറ്റുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് സർവകലാശാലയിലെ ഭരണമെത്തി. അതിനോടൊപ്പം തന്നെ SFIയുടെ ഭാഗത്തു നിന്നും മറ്റ് പോഷക സംഘടനയായിട്ടുള്ള AIYF ആവട്ടെ, AISF ആവട്ടെ, DYFI ആവട്ടെ, എല്ലാ സംഘടനകളുടെ ഭാഗത്തു നിന്നും സർവകലാശാലയിലേക്കും അതിനോടൊപ്പം തന്നെ രാജ്ഭവനിലേക്കും എല്ലാം വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. അത് ഗവർണർക്കെതിരെയും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമലിനുമെതിരെയൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ
വലിയ കോലാഹലങ്ങളും പിന്നീട് രാഷ്ട്രീയപരമായി ഉണ്ടാവുകയും ചെയ്തു. ഒരു നിയമ പോരാട്ടത്തിലൊക്കെ ഈ വിഷയം പോകുമെന്നുള്ള പ്രതീക്ഷയിലേക്കും കാര്യങ്ങളെത്തി. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല. സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദു അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വൈസ് ചാൻസലറെയും അതിനോടൊപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ, കേരള സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അടക്കം നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യത്തിലേക്ക് ഇരു വിഭാഗങ്ങളും എത്തിയത്. അതിൻ്റെ ഭാഗമായി തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചേർക്കണമെന്ന ആവശ്യവും മന്ത്രി ഇരു വിഭാഗങ്ങളോടും ഉന്നയിച്ചു. പക്ഷേ അപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി തുടരും എന്നുള്ള നിലപാടിൽ വൈസ് ചാൻസലർ ഉറച്ചു നിന്നു. അതിനോടൊപ്പം തന്നെ ഈ വൈസ് ചാൻസലറുടെ നടപടിയെ അല്ലെങ്കിൽ ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് റദ്ദാക്കിയ രജിസ്ട്രാറുടെ സസ്പെൻഷൻ തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്ന നിലപാടിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വളരെ നിർണായകമായിരിക്കും. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇടപെടും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഗവർണർ കോടതിയിലേക്ക് സമീപിക്കും, അല്ലെങ്കിൽ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള രീതിയിലൊക്കെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഗവർണറുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമെടുക്കാം എന്നായിരുന്നു ഗവർണർ നിലപാട് സ്വീകരിച്ചത്. അതിനോടൊപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാവട്ടെ സർക്കാരാവട്ടെ തുടക്ക സമയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവരും തയ്യാറായിരുന്നില്ല. പക്ഷേ സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി രൂക്ഷമായി. പിന്നീടാണ് മന്ത്രി ഇടപെടുന്നതും. ഇപ്പോൾ ആ സമയത്ത് തന്നെ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു, ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവും അതിനോടൊപ്പം തന്നെ നിയമമന്ത്രിയായിട്ടുള്ള P രാജീവും വേണമെങ്കിൽ ഗവർണറെ കാണും. അതുകൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഇടപെടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും നേരിട്ട് ഗവർണറെ കാണും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു നിർണായക തീരുമാനമുണ്ടാകുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് സർവകലാശാലകളിൽ നിലവിലുള്ള ഭരണപ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുക, അതിന് ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ അത് ഗവർണറോട് സംസാരിക്കുക എന്ന തരത്തിലുള്ള രീതിയിൽ ഇന്നൊരു നിർണായക കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് 3:30 രാജ്ഭവനിൽ വെച്ച് ഗവർണറുടെയും അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിൽ ഈ കേരള സർവകലാശാല മാത്രമല്ല, ഡിജിറ്റൽ സർവകലാശാല, KTU, അതിനോടൊപ്പം തന്നെ മറ്റ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചയാവും. കാരണം ഹൈക്കോടതി ഉത്തരവുള്ളതാണ്. അടിയന്തരമായി കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരമായി വൈസ് ചാൻസലർമാരെ നിയമിക്കണം. നമുക്കറിയാവുന്നതുപോലെ തന്നെ 14 സർവകലാശാലകളാണ് കേരളത്തിലുള്ളത്. അതിൽ 13 സർവകലാശാലകളിലും താൽക്കാലിക VC-മാരുടേതാണ് ഭരണം. ആ ഒരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല താറുമാറാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇതിൽ നിർണായകമാണ്. ഈ 2 സർവകലാശാലകളിലും സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും ആളെ നിയമിക്കണം. അതുകൂടാതെ തന്നെ മറ്റ് സർവകലാശാലകളിലേക്കും സ്ഥിരമായി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന എന്തായാലും 3:30 മുഖ്യമന്ത്രി രാജ്ഭവനിലേക്കെത്തും. ഗവർണറുമായുള്ള നിർണായക കൂടിക്കാഴ്ച നടത്താനായി മുഖ്യമന്ത്രി അല്പസമയത്തിനകം രാജ്ഭവനിലെത്തും. സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ.